അല്ലേ? ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇന്ന് വ്യാഴാഴ്ച, അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റി എന്ന് പറയുന്നതിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത്, 3ൻ്റെയും ആൻസേഴ്സ് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് നോക്കണം. അതിൻ്റെ ആൻസർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നുണ്ട്, വാല്യൂസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇന്ന് നമ്മൾ ചെയ്യുക ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ പ്രീവിയസ് ഇയർ ആണ്. സ്റ്റാറ്റിയിൽ പ്രീവിയസ് ഇയർ ചെയ്യേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിൽ വേറെ ഒന്നുമില്ല എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട്, ആകെ വേരിയൻസ് മീൻ കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അത് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 20-ലും 21-ലും 22-ലും 23-ലും 24-ലും വന്നൊറ്റ ചോദ്യമേ ഉള്ളൂ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതും കണ്ടിന്യൂസ് സീരീസിൻ്റെ അല്ലേ. ഇന്നലെ നമ്മൾ ബേസിക്കലി പോലും 3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കണ്ടിന്യൂസ് സീരീസ് എടുത്തുകൊണ്ട്. കണ്ടിന്യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസ് ഓക്കെയാണ്. കാരണം കണ്ടിന്യൂസിൻ്റെ മിഡ് പോയിന്റ് മുതൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഡിസ്ക്രീറ്റിലും ചെയ്യുക, വേരിയൻസ് കാണാനായിട്ട്. ഓക്കെ, അത്രയും നമ്മൾ പ്രാക്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ കുറച്ച് മോഡലിലേക്കാണ് പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് വാമപ്പ് ചെയ്തിട്ടിരിക്കാം. എല്ലാവരും എഴുന്നേക്കാം. ഒന്ന് കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കനക്കുക, കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. വിരലിങ്ങനെ കാണിച്ചേ, നന്നായിട്ടൊന്ന് കുടയുക കൈ. ഓക്കെ, കാലൊന്ന് മാറി മാറി കുടഞ്ഞോ, കാലൊന്ന് മാറി മാറി കുടഞ്ഞോ, ബോഡിയൊക്കെ ഡിസ്റ്റ് ചെയ്തോ. ഇരിക്കും. എന്താണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? ശരി, അപ്പോൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് വെച്ചേക്കുക ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രീവിയസ് PYQ കൊടുത്തിട്ടേക്കാം. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഇന്നലെ നമ്മളുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എടുത്തില്ലേ ഉണ്ണി സാറ്? ഓക്കെ, അപ്പോൾ നമുക്കിനി ആകെ 0/0 ഫോമും പീസ് വൈസ് ഫംഗ്ഷനും അത് മാത്രം എടുക്കാനുള്ളൂ കേട്ടോ. തുടങ്ങാം. ഈ ചോദ്യം നമ്മൾ എവിടെയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എവിടെയാ? ശരി, അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. ഫിഗർ മാത്രം വരച്ചാൽ മതി. ഈ ചോദ്യം എഴുതണ്ട, ഫിഗർ മാത്രം വരയ്ക്കുക പെട്ടെന്ന് കേട്ടോ. കാരണം റിലേഷൻ ഫങ്ഷൻസിൻ്റെ ഗ്രാഫും ലിമിറ്റും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു മോഡലായിട്ട് പഠിക്കേണ്ടതായതുകൊണ്ട് നമ്മളിത് പറയാൻ പോവുകയാണ്. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. 1 ഇവിടെ എഴുതാം, മുകളിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാമല്ലോ. 1, ഫൈൻഡ് ലിമിറ്റ് x ടെൻസ് ടു 1 f of x, ലിമിറ്റ് x ടെൻസ് ടു 2 f of x. 2 വാല്യൂസ് കേട്ടോ. ഫൈൻഡ് ലിമിറ്റ് x ടെൻസ് ടു 1 f of x ഉം x ടെൻസ് ടു 2 f of x. ഫിഗർ പെട്ടെന്ന് വരച്ചാൽ മതി. ഇങ്ങനെ ഇത് 1ൻ്റെ നേരെയാണ് വരുന്നത്. ഈ 2.1 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലൈൻ വരുന്ന അവിടെ തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നത്, പീസ് വൈസ് ഫംഗ്ഷൻ. അപ്പോൾ എനിക്ക് കുറച്ച് തിയറിറ്റിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ പറയാനുണ്ട്, ശ്രദ്ധിച്ചിരുന്നോളുക. അത് നമുക്ക് നാളെയല്ലോ ഇന്ന് വൈകുന്നേരം പ്രോബബിലിറ്റി, നാളെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ ഈ ഭാഗങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കിത് എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ബയോളജിയുടെ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു വെച്ചോ. ബയോളജി CS-ൻ്റെയൊക്കെ ശനിയാഴ്ച മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് വ്യാഴാഴ്ച വീണ്ടും ഓർപ്പിക്കുന്നതാണ് കേട്ടോ. അവസാനം നിങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് പഠിച്ച് നീങ്ങാത്ത അവസ്ഥ ഉണ്ടാവരുത്. 19 ചാപ്റ്ററില്ല ബയോളജിയൊക്കെ. നീങ്ങണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഓർഡറിൽ പോകണം. അത് ബയോളജി നമ്മൾ ടൈം ടേബിൾ റെഗുലർ ഇട്ടുതന്നിരിക്കുന്നതാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. നോക്കൂ, എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 1 f of x കാണാൻ പറയുമ്പോൾ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. x ടെൻസ് ടു 1, അതായത് എക്സിൻ്റെ 1 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ലിമിറ്റ് കാണേണ്ടത്. മനസ്സിലായോ ഗ്രാഫിൽ നിന്നും? ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കലി ഞാൻ ഈ ഒരു കാര്യം മാർക്ക് ചെയ്ത് നോക്കിക്കോളണം. എന്താണ് x ടെൻസ് ടു 1 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിൽ 1ലേക്ക് വരുമ്പോൾ എന്താണ് ഫംഗ്ഷന് കിട്ടുക? ഇവിടെ നോക്കണം, ഈ ഒരു ഫംഗ്ഷന് പ്രത്യേകതയുണ്ട്. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഈ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് 1ന് മുൻപ് വരെ ഈ ഫംഗ്ഷൻ, ഇത് ഞാൻ f1 of x എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനും
ഈ 1-ന് ശേഷം വരുന്നത് വേറൊരു ഫംഗ്ഷനുമാണ്. ഗ്രാഫിക്കലി കണ്ടോ, ശരിയല്ലേ? 1-ന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലും 1-ന്റെ തൊട്ട് റൈറ്റ് സൈഡിലും വെവ്വേറെ ഫങ്ഷൻസ് വരുന്നുണ്ടോ? ഇങ്ങനെ വരുന്ന പോയിന്റിനെ പറയുന്ന പേര് നമ്മൾ ഓൾറെഡി തിയറിറ്റിക്കൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ, ബ്രേക്കിംഗ് പോയിന്റ്. അപ്പോൾ ഈ ബ്രേക്കിംഗ് പോയിന്റിൽ പ്രത്യേകതയുണ്ട്. ബ്രേക്കിംഗ് പോയിന്റ് നമ്മൾ ഗ്രാഫിക്കലി ആണെങ്കിലും തിയറിറ്റിക്കലാണ് ചെയ്യുമ്പോൾ, തിയറിറ്റിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ടോപ്പിക് എടുക്കാനുള്ളത് കൊണ്ട്, നാളെ ഈവനിങ് എടുക്കുന്നുള്ളത് കൊണ്ട് തിയറിറ്റിക്കലി എങ്ങനെ ചെയ്യുന്നുള്ളതിനെ പറയാം. ഗ്രാഫിക്കലി മനസ്സിലാക്കിക്കോ, ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. ഗ്രാഫിക്കലി മനസ്സിലാക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് 1 ആണ്. 1-ലേക്ക് നമ്മൾ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ആരോ മാർക്ക് ഇടുന്നതിന് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും വേണം, റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ്റെ വാല്യൂവും 1 വരുമ്പോൾ എന്താണെന്നുള്ളത് വേണം. ഓക്കെ, അങ്ങനെ വേണം. അപ്പോൾ രണ്ട് വാല്യൂവും സെയിം ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എടുക്കുന്നു F1, അതായത് ഈ 1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഭാഗം എടുക്കുന്നു. ഞാൻ പേര് തൽക്കാലം കൊടുത്തേക്കുന്നത് F1 എന്ന് പറഞ്ഞു കൊടുത്തു. നോക്കൂ, അവിടെ 1-ന് നേരെ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. Y ആക്സിസിലാണ് നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ വരിക, എക്സ് ആക്സിസിൽ എക്സിൻ്റെ വാല്യൂ വരും. അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്? Y ആക്സിസിൽ ഏത് പോയിന്റിലേക്കാണ് ഇവർ നീളുന്നത്? -1ലേക്കാണ്. അപ്പോൾ നമ്മൾ എഴുതും ലിമിറ്റ് x ടെൻസ് ടു 1 - f of x. ഈ 1 - എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എന്താണ് പറയണേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഞാൻ ഈ ഫിഗറിൻ്റെ അടുത്ത് തന്നെ എഴുതാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. മീനിങ് എന്താ? ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ്റെ വാല്യൂ നിയർ ടു 1 എത്തുമ്പോൾ വരുമ്പോൾ വാല്യൂ അത് എത്ര വരിക? -1 ആണ് വരുന്നത്. ഫിഗറിൽ നിന്നും നമുക്ക് നോക്കി മനസ്സിലാക്കാം -1 ആണ്. ഇനി 1-ൻ്റെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ്റെ വാല്യൂ നിയർ ടു 1 എത്തുമ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടുന്നു? ഇതാണ് റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ, ശരിയല്ലേ? ഈ ഹൊറിസോണ്ടൽ ലൈൻ പോലെ പോണത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയും. എടാ, ഇതിന് 1-ന് നേരെ താഴെ വരുന്ന ഈ വാല്യൂ എന്താണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന് കിട്ടുന്ന വാല്യൂ എന്താണ്? -2-ൻ്റെ നേരെയാണ് വരുന്നത്, ശരിയാണോ? അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു 1 + f of x. 1-ൻ്റെ പ്ലസ് മൈനസ് ഉദ്ദേശിക്കുന്നത്, മൈനസ് എന്ന് പറഞ്ഞ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെന്നും 1 + എന്ന് പറഞ്ഞ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് 1-ൻ്റെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ 1 എത്തുമ്പോൾ ഏത് വാല്യൂയിലേക്ക് കിട്ടുക? f of x-ൻ്റെ -2. അങ്ങനെ രണ്ട് വാല്യൂവും വ്യത്യസ്തമാണെങ്കിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. എന്ത് പേര് പറയും? ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അറ്റ് ഏത് പോയിന്റിൽ? x = 1. കണ്ടോ, അങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ ആൻസർ എന്താ? ലിമിറ്റ് x ടെൻസ് ടു 1 f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നത് -1-ഉം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുന്നത് -2-ഉമാണ്. രണ്ടും സെയിം പോയിന്റ്, സെയിം വാല്യൂ അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. ഒന്നാമത്തെ കൺസെപ്റ്റ് ഓക്കെയാണോ? തിയറിറ്റിക്കലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് തിയറിറ്റിക്കലി ഫിഗർ വരച്ച് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാരണം നമുക്ക് ഒരുമിച്ച് ഈ പ്രോബ്ലംസ് തന്നതുകൊണ്ട് ഞാൻ തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ പ്രതീക്ഷിക്കണം ചോദ്യം? ഗ്രാഫിക്കലി റിലേഷൻ ഫംഗ്ഷനും ഇതും കൂടി ഒരു കമ്പൈൻ ചെയ്തുകൊണ്ട് 2018 തോന്നുന്നു, 2018 ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നോ? ഇതിങ്ങനെ ഒരു ചോദ്യം, ഈ സാധനം വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഓർമ്മയുണ്ടോ? x² വന്നിട്ടൊക്കെ അത് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ ഇല്ലയെന്ന് തോന്നുന്നു അല്ലേ? ലിമിറ്റ് ഇങ്ങനെയും ചോദിക്കാം. പ്രീവിയസ് ഇയറിൽ 2019 തോന്നുന്നു നമുക്ക് ചോദ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മെറ്റീരിയൽ നോക്കട്ടെ, 2019 തോന്നുന്നു. ഒരു ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ലിമിറ്റ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ ലിമിറ്റ് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കേട്ടോ. അതിന് മുമ്പാണ് വന്നേക്കുന്നത്. അപ്പോൾ മുൻപത്തെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊക്കെ ഒന്ന് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കാര്യം പിടുത്തം കിട്ടിയോ? മനസ്സിലാക്കി വെച്ചോ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിട്ട്? ഓക്കെ,
ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2f(x). അപ്പോൾ നമ്മൾ ഏത് പോയിന്റിനെ പരിഗണിക്കണം? എക്സിൻ്റെ 2 എന്ന് പറയുന്ന പോയിന്റിനെ പരിഗണിക്കുക. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ധാരണയാവും. എക്സിൻ്റെ 2 എന്ന് പറയുന്ന പോയിന്റ് നോക്കൂ, ഇവിടെ ചെയ്തതുപോലെ തന്നെ 2വിൻ്റെ ലെഫ്റ്റിൽ ഇങ്ങനെ വരുന്നു, 2വിൻ്റെ റൈറ്റിൽ ഇങ്ങനെ വരുന്നു. നമുക്ക് നോക്കാം, 2വിൻ്റെ തൊട്ട് മുൻപിലും പുറകിലും വെവ്വേറെ ഫംഗ്ഷനാണോ സെയിം ഫംഗ്ഷനാണോ? ഇങ്ങനെ വരുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ തമ്പ് കാണിക്കുക, അല്ലെങ്കിൽ ഡൗൺ തമ്പ് കാണിക്കുക. ഏതിൻ്റെയാണ്? 2വിൻ്റെ 2 എന്ന് പറയുന്ന പോയിന്റിൻ്റെ. ഞാൻ ഡൗണിലേക്ക് ഇങ്ങനെ ഡോട്ട് ലൈൻ വരയ്ക്കുന്നത് ഏത് പോയിന്റിലേക്ക്? ഏത് ഫംഗ്ഷൻ? വെവ്വേറെ ഫംഗ്ഷനാണോ? അല്ല അല്ലേ, സിംഗിൾ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ പേരെന്താ? അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ, ആ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ലേ, വെവ്വേറെ അപ്പുറത്തപ്പുറത്ത് വെവ്വേറെ വാല്യൂ വരുന്നു, ആ ഒരു പോയിന്റിൽ മാത്രമേ എപ്പോഴും ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് വരാൻ ചാൻസ് ഉള്ളൂ. എപ്പോഴും ആവണമെന്നില്ല, ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൽ ഈ ഫംഗ്ഷന് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റ് അല്ലേ, ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലേ, ആരാ മാർക്ക് ഇടുന്നത്? ആ വാല്യൂ ഫംഗ്ഷൻ്റെ ഏത് വാല്യൂ ആ? -2 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് -2 എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എഴുതണം നമ്മൾ. പിടുത്തം കിട്ടിയോ? പിടുത്തം കിട്ടി. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു നോട്ടെ. ഈ പോയിന്റിൻ്റെ ഇവിടുത്തെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. ഞാൻ മാർക്ക് ചെയ്തോണ്ട് എവിടെയാണ് 1? -1ൻ്റെ നേരെ വരുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു -1f(x) എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ഒന്ന് ചാറ്റ് അയച്ചേ. എക്സ് ടെൻസ് ടു -1f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ? ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്ലാസ് റൂമിലേക്ക് അയച്ചോ. ക്ലാസ് റൂമിലേക്ക് എന്നാലും കാണാൻ പറ്റുള്ളൂ. ചാറ്റിൽ അയച്ചു 1. -1 അല്ല, ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും എവിടെ വരണം? y ആക്സിസിൽ വരണം. നോക്കൂടാ, -1ൻ്റെ നേരെ ഇവിടെയല്ലേ പോയിന്റ് വരുന്നത്? ആ പോയിന്റിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു പോയിന്റിലേക്ക് വരും. y ആക്സിൽ ഏത് പോയിന്റാണ്? +1 എന്നുള്ള പോയിന്റാണ്. -1 താഴെയല്ലേ, +1 ആണ് അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കണ്ടില്ലേ ഗ്രാഫിക്കലി? അപ്പോൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വെറുതെ കണ്ണടച്ച് പറയരുത്, അത് ഏത് പോയിന്റിലാണെന്ന് പറയണം. ഏത് പോയിന്റ് ആയിരുന്നു? x=1 എന്നുള്ള പോയിന്റ് ആയിരുന്നു. കാരണം അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലും റൈറ്റിലുമാണ് വെവ്വേറെ ഫംഗ്ഷൻസ് ഗ്രാഫിക്കലി പറയേണ്ടത്. ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നമ്മുടെ റിലേഷൻ ഫംഗ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ നാളെ വൈകുന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞ ലോജിക്ക് ഓക്കെ ആണോ? ഗ്രാഫിക്കലി ഇങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതൊരു മോഡലാണ്, നമ്മൾ പഠിച്ചിട്ടില്ല ഇക്വേഷൻ. ഇത് എഴുതുക, ചോദ്യം എഴുതുക. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ sin x ഇക്വേഷൻ പഠിച്ചില്ലേ, അതുപോലെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്, സൈഡിൽ എഴുതി വെച്ചേക്കുക. e⁻ ഫംഗ്ഷൻ ശരിക്കും നമ്മൾ ചെയ്യാനില്ല, പക്ഷേ 2017 ഒരു ചോദ്യമുണ്ട് പ്രീവിയസ് ഇയറിൽ. ആ ചോദ്യം e⁻sin x - 1/x എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യണം, നമ്മളോട് ചെയ്യാൻ പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻x -1 x. നോക്കണേ, ഈ -1 ന്യൂമറേറ്ററിലല്ല, ഇവിടെയാണ്, ഡിഗ്രി അല്ല, ഇങ്ങനെയാണ് ഉണ്ട് കേട്ടോ. ഓക്കെ, e⁻2x - 1 എന്ന് പറഞ്ഞു തരണം. എക്സിന് -1 അല്ല, ഇക്കാണ് -1 വരേണ്ടത്. ഇങ്ങനെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സൈഡിലൊരു പ്രോപ്പർട്ടി പോലെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇതൊരു പ്രോപ്പർട്ടി പോലെ പഠിച്ചു വെച്ചേക്കുക. sin x/x = 1 എന്ന് പഠിച്ചിട്ടില്ലേ, അതുപോലെ ഒരു പ്രോപ്പർട്ടിയാണ്. 2017 ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ചോദിച്ചിരുന്നു. സോ നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ sin x പഠിച്ച എങ്ങനെയായിരുന്നു? sin 2x താഴെ 2x വരികയാണെങ്കിൽ എന്ത് പറഞ്ഞു? 1 എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് അല്ലെ, ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin 2x ആണെങ്കിൽ 2x, 3x ആണെങ്കിലോ താഴെ 3x, 4x ആണെങ്കിലോ 4x. ഇത്രയുള്ള പരിപാടി. അതായത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 2x വന്നാലും താഴെ 2x ആണെങ്കിലും =1 എന്ന് പറയാം. പിടുത്തം കിട്ടിയോ? എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണെങ്കിൽ അപ്പം മുകളിൽ പവറായിട്ടും 2x വരണം, താഴെയും 2x വരണം. ഇനി ഇത് 3x ആണെന്ന് വിചാരിക്കുക, അപ്പോൾ താഴെയും 3x വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? 1 എന്ന് പറയാം. ഇനി ഇത് 4x ആണെന്ന് വിചാരിക്കുക, അപ്പോൾ താഴെയും 4x വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1 ആണെന്ന് പറയാം. ലോജിക്ക് ഓക്കെയാണോ? ഇങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ചോദ്യം എന്താണ്? e⁻2x ആണ് വന്നേക്കണത്. അപ്പോൾ താഴെ നമുക്ക് എന്ത് വന്നെങ്കിലേ
1 പറയാൻ പറ്റുള്ളൂ? 2x വരണം. ശരിയാണോടാ? 2x വരണം. ആരാ മിസ്സിങ്? എക്സ് ഉണ്ട്. ആരാ മിസ്സിങ്? 2 ആണ് അവിടെ മിസ്സിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ മുമ്പുള്ള പ്രോബ്ലങ്ങളിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻²x - 1 ഡിവൈഡഡ് ബൈ എന്താ വരേണ്ടത്? 2x വരണം. എന്തിനു വേണ്ടി? 1 വരുത്താനായിട്ട്. അപ്പോൾ 2 കൊണ്ട് താഴെയും ഡിവൈഡ് ചെയ്യും, 2 കൊണ്ട് മുകളിലും ഡിവൈഡ് ചെയ്യും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ വാല്യൂ നഷ്ടമാവില്ലെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഈ സെലക്ട് ചെയ്യുന്ന ഈ വട്ടം വരയ്ക്കുന്ന ഭാഗത്തിൻ്റെ വാല്യൂ എന്തായി? ഇപ്പോൾ ആസ് പെർ ദ പ്രോപ്പർട്ടി എന്തായി? 1 ആയി അല്ലേ? മുകളിൽ പറഞ്ഞ പോലെ 4x ആണെങ്കിൽ 4x, 3x ആണെങ്കിൽ താഴെ 3x, 2x ആണെങ്കിൽ താഴെയും 2x. അങ്ങനെ വന്നാൽ എന്ത് പറയാം? 1 എന്ന് പറയാം. ഇപ്പം നമുക്ക് സർക്കിൾ ചെയ്ത ഭാഗം 1 ആയിട്ട് മാറി. ദിസ് വിൽ ബി 1 × 2 = നമുക്ക് എന്ത് പറയുന്നു? 2 എന്ന് പറയും. ഇത്രയുള്ള പരിപാടി. 1 × 2 = 2. ഈ സർക്കിൾ എന്നായിട്ട് മാറുന്ന പറഞ്ഞേ 1 ആയിട്ട് മാറും. ഏത് പ്രോപ്പർട്ടി പ്രകാരം? മുകളിൽ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടി പ്രകാരം. ആ പ്രോപ്പർട്ടി എങ്ങനെ പഠിക്കണം? 2x ആണെങ്കിൽ 2x, താഴെ നിങ്ങൾ എഴുതിക്കോ, എക്സ് മാത്രമേ എഴുതിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഒന്നും കൂടി എഴുതിക്കും ഇങ്ങനെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻²x - 1 ഡിവൈഡഡ് ബൈ 2x വരുമ്പോഴും എന്ത് തന്നെ വരുന്നുണ്ട്? 1 തന്നെ വരുന്നുണ്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. കൺസെപ്റ്റ് നോക്കിയാലേ, e⁻² മുകളിൽ എന്ത് വരുന്നുവോ അത് തന്നെ ഡിനോമിനേറ്റർ വരിക. 3x ആണെങ്കിൽ 3x, 4x ആണെങ്കിൽ 4x, 5x ആണെങ്കിൽ 5x താഴെ വന്നു കഴിഞ്ഞാലും എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. ആസ് പെർ ദ പ്രോപ്പർട്ടി ഓഫ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ആഷ്മി ഓക്കെ ആണോ? ഓക്കെ ആണ്. ശരി. അപ്പോൾ നമുക്ക് ഈ സർക്കിൾ ചെയ്ത ഭാഗം 1 എന്ന് പറഞ്ഞു വരും, ഇൻറ്റു ഈ 2 വരുന്നുണ്ട്. സോ 1 × 2 എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പതുക്കെയാണ് പോകുന്നത്, നിങ്ങൾക്കത് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ചോദ്യം. ഇതും പ്രീവിയസ് ഇയറിൽ നിന്ന് പൊക്കിയേക്കുന്നതാണ്. ഏതൊരു ടേം എക്സാമിന് ചോദ്യമാണ്. ഫിഗർ വരയ്ക്കണ്ട, നിങ്ങൾ ജസ്റ്റ് നോക്കിയിരുന്നു, കാരണം ഫിഗർ വരയ്ക്കുന്ന സമയം പോകും. ഇത് മാത്രം ചെയ്താൽ മതി. യൂസിങ് ദ ഫംഗ്ഷൻ ഇത് മാത്രം എഴുതി വയ്ക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x) ക്യാപിറ്റൽ ലെറ്റർ അല്ല കേട്ടോ, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ഇതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. യൂസിങ് ദ ഫംഗ്ഷൻ f(x - f(π/2) ഡിവൈഡഡ് ബൈ x - 2. എഴുതി. ഈ ടൈം എഴുതിയോ? ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടൈം മാത്രം എഴുതി വെച്ചേക്കാം. നോക്കിയിട്ട് പറഞ്ഞേ, ഇതിൻ്റെ ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ. ട്രിഗണോമെട്രിയുടെ ഗ്രാഫ് ബേസിക്കലി പഠിപ്പിച്ചിട്ടില്ല, എന്നിരുന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 0-ൽ സ്റ്റാർട്ട് ചെയ്ത് π/2-ൽ 1 വരുന്നു, π-ൽ 0 വരുന്നു, 3π/2-ൽ മൈനസ് വരുന്നു, 2π-ൽ 0 വരുന്നു എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് sin x-ൻ്റെയാണ്. അതെന്തിൻ്റെയാണ്? sin x-ൻ്റെയാണ് കേട്ടോ. sin x-ൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നിൽക്കുന്നത്. കോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കോസ് ആണെങ്കിൽ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ പോകും കോസ് ഫംഗ്ഷൻ, പോയിട്ട് 3π/2-ൽ 0 ആയിട്ട് മാറും, ഇങ്ങനെ പോകും കോസ് ഫംഗ്ഷൻ. രണ്ടാമത് വരച്ചതാണ് കോസ് ഫംഗ്ഷൻ. ഞാൻ വേറൊരു കളർ കൊണ്ട് കാണിച്ചു തരാം. അത് കളറാണല്ലേ. കോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈൻ പോലെ ഇങ്ങനെ വരും. ഇതാണ് കോസ് കേട്ടോ, ഇത് കോസ്. π-ൽ -1 വാല്യൂ വരും, π-ൽ -1 വാല്യൂ വരും. cos π -1 അല്ലേ? ഓക്കെ, നമുക്കതിലേക്ക് പോകാം. നമുക്കത് നാളെ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഫിഗറും ഗ്രാഫെല്ലാം നാളെ പഠിക്കും കേട്ടോ. ശരി, ഇനി അവർ പറഞ്ഞിട്ടുള്ളൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x - f(π/2). ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ചോദ്യം. നമുക്ക് നോക്കാം. ഇത് കാണാൻ പറയണമെന്ന് എഴുതാൻ പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 f(x - f(π/2) - x - π/2. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് പകുതി മാത്രമേ ചിലപ്പോൾ ഇത് മനസ്സിലാവുള്ളൂ. ബാക്കി പകുതി മനസ്സിലാവണത് നാളത്തെ ക്ലാസ്സിന് കഴിയുമ്പോഴായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നേക്കുക. ഡൗട്ട് വരാം, ഡൗട്ടുകളൊക്കെ നാളെ നമുക്ക് ഈ ബേസിക്കിൻ്റെ ക്ലാസ് കയറിയവർക്ക് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ചോദ്യം പിടുത്തം കിട്ടി. ഇവിടുത്തെ f(x) എന്ന് പറഞ്ഞാൽ ആരാ? sin x ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അല്ലെ, f(x)ന് sin x കൊടുക്കുന്നു. f(π/2) എന്ന് പറഞ്ഞ മീനിങ് എന്ത് വരും? അപ്പോൾ
സൈൻ പൈ ബൈ ടു. സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 ആണെന്ന് അറിയാം നമുക്ക് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് കൊടുക്കാൻ പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ ബൈ ടു സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സൈൻ എക്സ് ആണെന്നറിയാം, -1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് പൈ ബൈ ടു. മക്കളെ നമ്മൾ സാധാരണ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താ? വേരിയബിൾ എക്സ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ വാല്യൂ പൈ ബൈ ടു എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? കൊടുക്കും. അത് കൊടുത്താലുള്ള പ്രത്യേകത നമുക്ക് ഡയറക്റ്റായിട്ട് 0 മുകളിലും വരും, താഴെയും 0 തന്നെ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റിൽ നോട്ട് അലൗഡ് ആണ്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് 0/0 ഫോം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം 0/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നോട്ട് അലൗഡ് എന്നാണ് ലിമിറ്റിൻ്റെ കൺസെപ്റ്റിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളണം. ഞാൻ ഈ വേരിയബിൾ എക്സ് അല്ലേ, ഈ ടേമിനെ കംപ്ലീറ്റ് വേറൊരു പാരാമീറ്റർ ആയിട്ടുള്ള എച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കണം. ഈ ഡിനോമിനേറ്റർ വരുന്ന ടൈം ഞാൻ പറയുന്നു, ഇത് പകുതി മാത്രമേ കത്തുള്ളൂ, ബാക്കി പകുതി കത്തണമെങ്കിൽ നാളത്തെ വേണ്ടി കഴിയണമെന്ന് പറഞ്ഞിട്ടും. അതുകൊണ്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കാം. എക്സ് മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിന് ഞാൻ എച്ച് എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നു. എക്സ് മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിന് എച്ച് എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ടൈം ഉണ്ട്, എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് പൈ ബൈ ടു എന്ന് പറഞ്ഞ് കിട്ടും. ശരിയാണോ? അല്ലേ? അപ്പോൾ എക്സും കിട്ടി, എച്ചും കിട്ടി. അപ്പോൾ നമ്മൾ ഈ ടേം സൈൻ എന്ന് പറഞ്ഞ് എഴുതി, സൈൻ എന്ന് പറഞ്ഞ് എന്ത് എഴുതി? പൈ ബൈ ടു പ്ലസ് എച്ച് എന്ന് പറഞ്ഞ് എഴുതി എക്സിന് പകരമായിട്ട്. -1 കോൺസ്റ്റൻ്റ് അവിടെ നിന്നോട്ടെ, ഡിവൈഡഡ് ബൈ പൈ ബൈ ടു, സോറി എക്സ് മൈനസ് പൈ ബൈ ടു ആരായിട്ട് മാറി? എച്ച് ആയിട്ട് മാറി. ഇവിടെ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എക്സ് ടെൻസ് ടു പൈ ബൈ ടു എന്ന് പറഞ്ഞ് എഴുതിയാൽ ഇനി റൈറ്റ് സൈഡിൽ എഴുതിയ ഫംഗ്ഷനിൽ എക്സ് എന്ന് പറയുന്ന ടേം ഒന്നുമില്ല. എല്ലാം ആരാണ്? എല്ലാം എച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാരാമീറ്റർ, ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റിൻ്റെ വേരിയബിളിനും കൂടി ചേഞ്ച് വരുത്തണം. അത് വെറുതെ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് എച്ച് എങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആവില്ല. കാരണം എന്താ അറിയാമോ? ഫംഗ്ഷൻ ഈ ഒരു മോഡലിൽ നിന്നും ഈ ഒരു മോഡലിലേക്ക് ഫംഗ്ഷൻ മാറിയിട്ടില്ലേ? അപ്പോൾ എച്ച് നേരിട്ട് കൊടുത്താൽ പൈ ബൈ ടു കൊടുത്താൽ ശരിയാവില്ല. അത് കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. നോക്കുക, നമുക്ക് എക്സിന് എന്താ വാല്യൂ വരേണ്ടത്? പൈ ബൈ ടു ആണ് വരേണ്ടത്. ഞാനിപ്പോൾ ബോക്സിൽ വരയ്ക്കുന്ന ഈ ടേം ഞാൻ എടുക്കുന്നു. എച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞെടുക്കുന്നു. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ ടു കൊടുക്കുന്നു. ഈ പൈ ബൈ ടു എങ്ങനെ വന്നു? ലിമിറ്റായിട്ട് കൊടുക്കേണ്ട പൈ ബൈ ടു ഇല്ലേ? ആ പൈ ബൈ ടു കൊടുക്കുമ്പോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടാണ് കേട്ടോ, പുട്ട് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത് എച്ചിൻ്റെ വാല്യൂ എന്താവണം? 0 ആകുന്നു എന്ന് പറഞ്ഞ് കൊടുക്കണം. എക്സ് പൈ ബൈ ടു ആകുമ്പോൾ എച്ച് 0 ആകുന്നു എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ടേമിന് നമ്മൾ എഴുതേണ്ടത്. ഇതാണ് ലോജിക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് നാളെ എടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു പകുതിയെ മനസ്സിലാവുള്ളൂ എങ്കിൽ നമുക്ക് നാളെ ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചാൽ മതി. ഇന്ന് ചോദിക്കേണ്ട കേട്ടോ, ഈ ഭാഗത്തിൻ്റെ ഡൗട്ട് ചോദിക്കേണ്ട. ഓക്കെ, ആസ് പെർ ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചേക്കേണ്ടതാണ് സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റയാണ് അല്ലേ? പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രിയിൽ. അപ്പോൾ ഒന്നാമത്തെ ടൈം എന്ന് പറയുന്നത് സൈൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കഴിഞ്ഞാൽ സൈൻ പൈ ബൈ ടു പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് -1/h എന്നുള്ളതായിട്ട് മാറും. മക്കളെ, നമ്മൾ പഠിക്കാത്തൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടിയുണ്ട്. ഇത് എഴുതി വെച്ചേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന്. സൈൻ എക്സ് ബൈ എക്സ് 1 ആണെന്ന് പഠിച്ചില്ലേ? അതോടൊപ്പം തന്നെ ആഡ് ഓൺ ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. വെരി വെരി റെയർ ആയിട്ട് മാത്രമേ അതിങ്ങനെ ചോദിക്കാറുള്ളൂ. മേ ബി അത് 1 വേർഡ് ആയിട്ട് ഇനി ചോദിക്കാവുന്നേ ഉള്ളൂ, പ്രോപ്പർട്ടിയായിട്ട് ചോദിക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി പോലെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ടൈം ഉണ്ടല്ലോ, ഇതിനെ ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? ന്യൂമറേറ്റർ കോസ് എച്ച് -1 ആണ്. എന്താ വരേണ്ടത്? 1 മൈനസ് കോസ് എക്സ്. അപ്പോൾ ഞാൻ ആ ഒരു ടൈം വരുത്തിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ നിന്നും ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു, ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യാനുള്ള, കാരണം എക്സിന് പകരം എന്ത് വന്നിട്ടുണ്ട്, എച്ച് വന്നിട്ടുണ്ടെന്നുള്ളൂ. എച്ച് ടെൻസ് ടു 0 അല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ടൈം പോസിറ്റീവ് ആകും, പോസിറ്റീവ് ടൈം നെഗറ്റീവ് ആകും. -1 എന്നുള്ളത് +1 ആകും, കോസ് എച്ച് എന്നുള്ളത് മൈനസ് കോസ് എച്ച് ആകും. ഇപ്പോൾ നമ്മളുടെ ഫോർമാറ്റിലേക്ക് വന്നോ, ഈ ഫോർമാറ്റിലേക്ക് വന്നു. അതിന് മീനിങ് എന്താ, -1 × 0 എന്ന് പറഞ്ഞു വരും. ഇൻ എഫക്ട് ദ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ ഈ മൈനസ് മീനിങ് -1 ഇൻറ്റു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 1 - cos h/h എന്നുള്ളത് ഈ പ്രോപ്പർട്ടി പ്രകാരം 0 കിട്ടി. -0 എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, 0 തന്നെയാണ് അല്ലേ. അത് -1 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. കുറച്ചെങ്കിലും ധാരണയായോ, കുറച്ചെങ്കിലും ധാരണയായില്ലേ? ഓക്കെ, അത് മതി. നമുക്ക് നാളെ ഈവനിങ്ങിൽ കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ പറയുമ്പോൾ നമുക്ക് ഓക്കെ ആയിക്കോളും. കുഴപ്പമില്ലല്ലോ, ഓക്കെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്തിലേക്ക് പോകുന്നു. എടുത്ത് ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലുണ്ടായ ചോദ്യമാണ്, നമുക്ക് ഒരു എക്സ്ട്രാ ലെവൽ എന്നുള്ള രീതിയിൽ പ്രീവിയസ് പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ എഴുതി പഠിച്ചാൽ നടക്കുള്ളൂ. ഈ പ്രോപ്പർട്ടി വരുന്ന കാര്യവും അതുപോലെ തന്നെ ഇതിനെ, ഈ മെത്തേഡിനെ പറയുന്ന പേര് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് എക്സിന് പകരം എച്ച് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ച് എന്ന് പറയുന്ന പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കംപ്ലീറ്റ് ടൈമെല്ലാം എച്ചിലേക്ക് ചേഞ്ച് ആകും, ലിമിറ്റും കൂടെ ചേഞ്ച് ആവണം. കാരണം ഇനി എച്ചിന് 0 എക്സ് എന്ന് പറയുന്ന ടൈം ഇല്ല അവിടെ. അപ്പോൾ എച്ചിലേക്ക് മാറണം. എച്ചിലേക്ക് മാറുമ്പോൾ വെറുതെ കണ്ണടച്ച് മാറ്റിയാൽ പോരാ, ആ ചേഞ്ച് ചെയ്യുന്ന സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തില്ലേ, റൈറ്റ് സൈഡിൽ ചെയ്തില്ലേ, അതുപോലെ കണ്ടുപിടിക്കണം നമ്മൾ. ഓക്കെ, നോക്കാം. അടുത്തേക്ക് പോകുന്നു. ഈ ചോദ്യം നമ്മൾ നേരത്തെ എഴുതിയ പ്രോപ്പർട്ടി പ്രകാരമുള്ളതാണ്. നിങ്ങൾക്കത് കണ്ണടച്ച് എനിക്ക് തോന്നുന്ന വാല്യൂ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻3x - 1 / x. എത്ര കിട്ടും ആൻസർ? കൈ കൊണ്ട് കാണിച്ചേ. 3. ഇവിടെ ഓൾറെഡി ആൻസറൊക്കെ വന്നു കഴിഞ്ഞു. താഴെ 3 വരുമ്പോഴാണ് 1 വരേണ്ടത് അല്ലേ? ശരി, അതായത് ചോദ്യം എഴുതിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻3x - 1 / 3x വരുമ്പോഴാണ് വരുന്നത് ഇൻറ്റു 3 വരുന്നു. ഈ വാല്യൂ 1 വരും. 1 × 3 = 3. ഒരു പ്രാക്ടീസ് വന്നതാണ് കേട്ടോ, ഒരു പ്രാക്ടീസ് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ അവർ മിസ്സലേനിയസിലും ഇല്ല. പക്ഷെ എന്തോ എവിടെ നിന്നൊക്കെയോ പൊക്കിയെടുത്ത് കൊണ്ടുവന്നേക്കാണ്. ചിലപ്പോൾ എന്താ, പണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകെയല്ലേ ഈ സപ്ലിമെൻ്ററി പാർട്ട് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നെല്ലാം വന്നായിരിക്കും. 2017 വന്ന ചോദ്യമാണ്, നമ്മളൊന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. നമ്മൾ റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നോക്കാം, ഇത് ഒരു ചോദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇന്നലെ പഠിപ്പിച്ചതുകൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ y = √x വിത്ത് റെസ്പെക്ട് ടു എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ചോദ്യം പെട്ടെന്ന് എഴുതിക്കാം. ഡെറിവേറ്റീവ് ഓഫ് √x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അങ്ങനെ എഴുതിയാൽ മാത്രം മതി. ഡെറിവേറ്റീവ് ഓഫ് √x യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f(x + h - f(x) /h എന്നുള്ളതാണ്. ഇന്നലെ പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ f(x + h) ഉണ്ട്, f(x) ഉണ്ട്. f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം എന്താണോ അവനാണ് f(x). f(x + h) ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് സാറേ ഒരാൾ വിളിക്കാമോ പറയാനായിട്ട്? എന്താണ് f(x + h)? എക്സിൻ്റെ സ്ഥാനത്ത് x + h കൊടുക്കുക. ആര് പറയും? ആൻ ലിയ അജിത് ആണ് പറയുന്നത്. ആൻ ലിയ പറയൂ. ആൻ ലിയ, എന്തായിരിക്കും f(x + h)? √x + h ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. എക്സിന് പകരം നമ്മൾ x + h കൊടുത്താൽ മതി, വേറൊന്നുമില്ല. റൂട്ട് അവിടെ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് എഴുതാൻ പോവുകയാണ്. f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0. കണ്ടോ, അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. f(x + h) എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ √x + h എന്നുള്ളതാണ്. f(x) എന്ന് പറഞ്ഞാൽ √x ആണ് /h. ഇത്രയും എഴുതിക്കോ. എൻ്റെ ഇപ്പോൾ എഴുതിക്കോ. എൻ്റെ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ മാത്രം കൊടുത്താൽ മതി. എഴുതിയോ? ZC148 ഒഫാലിയ അല്ലേ? ഇവിടെയാണോ? എഴുതി. എടാ മക്കളെ,
റൂട്ട് എക്സിൻ്റെ ഈ ഒരു ഡെറിവേറ്റീവ് കാണുമ്പോൾ നമ്മൾ ഇനീഷ്യേറ്റീവായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. അതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ എടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോണത്. എന്താണ് ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂമറേറ്റർ നമുക്കൊരു ടൈം കണ്ടോ, ഞാൻ ബ്രാക്കറ്റഡ് ടൈം കണ്ടോ, ബ്രാക്കറ്റഡ് ടൈം കണ്ടില്ലേ, ഇത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണല്ലോ. ഇതിൻ്റെ നമ്മൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ പഠിച്ചായിരുന്നു. എന്ത് പഠിച്ചു? കോഞ്ചുഗേറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതുപോലെ ഇതിന് നടുക്ക് പ്ലസ് വന്നാൽ എന്താണോ ആ ടേം വരുന്നത്, അതുകൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സെയിം ടേം കൊണ്ട് നമുക്ക് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ വ്യത്യാസമില്ല. എങ്ങനെ എടുത്തു? ഇത് നമുക്ക് മൈനസ് ആണ് നടുക്ക് അല്ലേ. അപ്പോൾ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരുന്ന ടേം വന്നാൽ എന്താകുമോ ആ ടേം കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ സെൽഫ് ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കേണ്ട സ്റ്റെപ്പാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് ചെയ്യണം, നമ്മളായിട്ട് തുടങ്ങണം ഇങ്ങനെയൊരു സ്റ്റെപ്പ് എടുക്കുന്ന രീതിയിലായിട്ട്. മൈനസ് ആയതുകൊണ്ട് ചെയ്യാൻ. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. എന്താണെന്ന് അറിയാമോ, നമുക്കിപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോർമാറ്റിലാണ് ആണോ? ഏകദേശം നോക്കിക്കേ, എയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചും ബിയുടെ സ്ഥാനത്ത് റൂട്ട് എക്സുമാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു. ഇവിടെ കമ്പയർ ചെയ്യുക, എയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചും ബിയുടെ സ്ഥാനത്ത് റൂട്ട് എക്സുമാണ്. ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി പ്രകാരം ന്യൂമറേറ്റർ ഓക്കെ ആണെന്നുള്ളത്. ന്യൂമറേറ്റർ സൈഡിൽ എഴുതി വെച്ചാൽ മതി. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു മോഡലായിട്ട് മാറും. എ മൈനസ് ബി അല്ലേ, നടുക്ക് മൈനസ് വരുന്ന എ മൈനസ് ബി, എയുടെ സ്ഥാനത്ത് ഈ പറയുന്ന ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ശരിയല്ലേ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയും. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ സാർ, ഒരാളെന്ന് വിളിച്ചെടുക്കുന്നു. ഹരിനാരായണൻ എടാ, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. അപ്പോൾ എന്തുകൊണ്ട് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനൽ ആൻസർ വരേണ്ടത് ഇതാണ്, അതുകൊണ്ടാണ്, വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം. എടാ മക്കളെ നോക്കാം, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് റൂട്ട് എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ആരൊക്കെയുണ്ട് അവിടെ? എച്ച് ഉണ്ട്. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്? എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. മുകളിൽ നോക്കിയേ, റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടില്ലാണ്ടായിട്ട് മാറുന്നേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ദെയർഫോർ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, റൂട്ട് ക്യാൻസൽ ആയി പോയി. അപ്പോൾ ആരൊക്കെ വരും അവിടെ? ന്യൂമറേറ്ററിൽ എക്സ് പ്ലസ് എച്ച് വരും, ഒരു മൈനസ് എക്സ് വരും, ഓൾ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞു വരും. ഇത്രയും കാര്യം ഓക്കെയാണോ? 2 സ്റ്റെപ്പിൽ ആൻസറായി. എന്തൊക്കെയാണെന്ന് അറിയാമോ? ന്യൂമറേറ്ററിൽ പോസിറ്റീവ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവുന്നു. സെയിം അല്ലേ? മീൻസ് ന്യൂമറേറ്റർ തന്നെയല്ലേ, പ്ലസ് മൈനസും ക്യാൻസൽ ആവുന്നു. ബാക്കി ആര് മാത്രം വരും? ന്യൂമറേറ്ററിൽ എച്ച് മാത്രം വരും. അപ്പോൾ അത് ഒന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ധാരണയാവും എന്നുള്ളത് കൊണ്ട് എടുത്തെഴുതുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇത് വന്നോ? വേറെ അഡ്മിറ്റ് ഉണ്ടല്ലോ? ഇല്ല. ഒന്നല്ലോ. ഇടയിൽ നോക്ക്, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എച്ച് ഉണ്ട്, അത് വെട്ടിക്കളയുമ്പോൾ 1 എന്ന് പറഞ്ഞു വരില്ലേ? എച്ച് അങ്ങോട്ട് പോയി. അതന്നെ, ഒരാൾ മെസ്സേജ് അയച്ചു, കത്തിയെടുത്തിട്ടൊക്കെ വെട്ടിക്കളഞ്ഞോളാൻ പറഞ്ഞിട്ട്. ഓക്കെ, ഞാനത് ചെയ്തു, എച്ചിന് ക്യാൻസൽ ചെയ്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന് എന്ത് വാല്യൂ കൊടുക്കണം? 0. എക്സിന് തൊടരുത്, എച്ചിന് 0 കൊടുക്കുക. എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? മുകളിലൊന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ, അവിടെ കടന്നോട്ടെ. ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. അതിൽ എച്ചിന് 0 ആയി കഴിഞ്ഞാൽ എക്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ റൂട്ടിൽ എക്സ് മാത്രമേ ഉള്ളൂ, അതും അങ്ങനെ എഴുതി.
രണ്ട് റൂട്ടുകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1/2 റൂട്ട് എക്സ്. ഇതല്ലേ വരുത്തേണ്ടത് അല്ലേ? ഓക്കെ. അപ്പോൾ എക്സാമിന് ഇവന് എങ്ങാനും പിള്ളേർക്ക് എന്താണ് ഇത്തിരി ബുദ്ധിമുട്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലവന്മാരും വന്നിട്ട് ഈ പറയുന്ന റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. സൈൻ എക്സ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? മറ്റേ ട്രിഗണോമെട്രി ഫോർമുലയ്ക്ക് എടുത്ത് അപ്ലൈ ചെയ്യേണ്ട സംഭവം അല്ലേ? ഇതൊന്നും വേണ്ട. എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റെപ്പ് മാത്രം. ഏത് സ്റ്റെപ്പാണ്? ഞാൻ ടിക്ക് ഇട്ട സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ പ്ലസ് ഇട്ട് കൊണ്ടുള്ള ടൈം കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന ലോജിക്ക് ഓർത്താൽ മതി. ആ ലോജിക്ക് ഓർത്ത് എന്തിനു വേണ്ടിയാ? a² - b² എടുക്കുമ്പോൾ മുകളിൽ റൂട്ട് ക്യാൻസലാകും, എക്സ് ക്യാൻസലാകും, എച്ച് താഴെ ക്യാൻസലാകും, 1/2 റൂട്ട് എക്സ് കിട്ടും. ഇതുള്ള പരിപാടി. വേറെ എക്സ്ട്രാ ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അടുത്തിലേക്ക് പോയിക്കോട്ടെ. അടുത്ത് നമ്മൾ പഠിച്ച് പോകാം. ഡൗട്ടുകൾ നിങ്ങൾ ലാസ്റ്റ് ക്ലിയർ ചെയ്യുക. ഇത് ഈ ഫംഗ്ഷൻ്റെ പേര് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നാണ്. ഒന്ന് ഹിൻഡ് കൊടുത്തോണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നണോ? ഇതിൻ്റെ ആൻസർ എക്സ് ടെൻസ് ടു 2 ആണ്. എന്താണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? എക്സ് ടെൻസ് ടു 2 ആകുമ്പോൾ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? നിങ്ങൾ വിരൽ കൊണ്ട് കാണിക്കുക, എല്ലാവരും കാണിക്കുക. നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് എൻ ഒപ്പീനിയൻ. എന്ത് വരുന്നത്? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. സാർ ഒന്ന് ചാറ്റ് അയക്കാമോ? ഒന്ന് ചാറ്റ് അയക്കാമോ? എനിക്കിത് റീഡിങ് എളുപ്പം അതായിരിക്കുള്ളൂ. ക്ലാസ് റൂമിലേക്ക് ചാറ്റ് അയക്കും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? വളരെ സിമ്പിൾ ട്രിക്കാണ്. എനിക്ക് വരുന്ന റെസ്പോൺസ് ദ മോസ്റ്റ്ലി ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 2 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും 2 എന്ന് അയക്കരുത്. ഞാൻ വായിക്കുന്നതാണ് 2 എന്ന് പറയുന്നത്. 2 വരുന്നുണ്ട്, 0 ആണെന്ന് പറഞ്ഞാൽ 3 വരുന്നുണ്ട്. ഓക്കെ. ഇടക്കാരയ്ക്കോ ഒരു 4 അയച്ചു. 1 ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. 1 ഉപേക്ഷിച്ചു. 1 ആരയച്ചിട്ടുണ്ട്. വിഷമം വെച്ചിട്ട് ഇങ്ങനെ കറക്കി കുത്തരുത് കേട്ടോ. ഓക്കെ. ജെ സാർ പഠിച്ചിട്ട് ട്രിക്കില്ലേ? നീശോ മണി യോസേപ്പെ കൂട്ടിലേക്ക് മുന്നയാള ശരിയായ ഉത്തരം കാട്ടിത്ത 1 അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഇതിനൊരു ട്രിക്ക് ഉണ്ട് ചെയ്യാനായിട്ട്. ശ്രദ്ധിച്ചിരുന്നേ. നോക്ക് എങ്ങനെ ചെയ്യണം. എന്താണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചോളുക. ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഏത് ഇൻറ്റിജർ വാല്യൂയിലും ലിമിറ്റിൻ്റെ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഏത് ഇൻറ്റിജർ വാല്യൂയിലും ഫംഗ്ഷൻ്റെ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ്. നിങ്ങൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയാലും അതിൻ്റെ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ എഴുതി കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്തിനായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. കാരണം എന്താ? അതിന് ഗ്രാഫ് കണ്ടറല്ലേ? ഇതിങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ അല്ലേ? ഇതിങ്ങനെ കയറി പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കും. നോക്കൂടാ, എല്ലാ ഇൻറ്റിജറിൻ്റെ അവിടെയാണെങ്കിലും ലെഫ്റ്റിലും റൈറ്റിലും വെവ്വേറെ ഫംഗ്ഷൻസ് ആണ്. എല്ലാ പോയിന്റിലും വെവ്വേറെ ഫംഗ്ഷൻസ് ആണ്. ശരിയല്ലേ? ലെഫ്റ്റും റൈറ്റും വെവ്വേറെ ഫംഗ്ഷൻസ് ആണ്. വെവ്വേറെ വാല്യൂ കിട്ടുന്നത്. ഇൻറ്റിജർ പോയിന്റുകളിൽ ഗ്രേറ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഒരിക്കലും എന്ത് ചെയ്തില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു പുതിയ ലോജിക് അല്ലേ? ഓക്കെ. ഒരെണ്ണോട് പഠിച്ചു വെച്ചോ. സിഗ്നമാണെങ്കിൽ ആകെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒറ്റ പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മാത്രമേ എന്ത് വരുള്ളൂ? ഡസ് നോട്ട് എക്സിസ്റ്റ് വരുള്ളൂ. 1 വേഡ് എങ്ങനെ ചോദിച്ചിട്ടേ ഇതിങ്ങനെ പറയും ചിലപ്പോൾ. ഫൈൻഡ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഇസ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? 0 മാത്രം സിഗ്നം ഡസ് നോട്ട്. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാകും കേട്ടോ. ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാകും. ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിൻ്റെ ഏത് ഇൻറ്റിജർ പോയിന്റ് ആണെങ്കിലും എന്താ വരിക? ആൻസർ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻറ്റിജർ പോയിന്റിൽ. ക്ലിയർ അല്ലേ? -1 ആണെങ്കിലും -2 ആണെങ്കിലും ഇതിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ? നല്ല ലോജിക്കുള്ള പ്രോബ്ലമാണ് ഈ ചോദ്യം. ഇതാണ് 2017 വന്ന 1 വേഡ് എന്ന് പറയുന്നത്. ലിമിറ്റ് എക്സ് e⁻sin x - 1/x. ഇതാണ് 2017 വന്ന ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. എടാ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുന്നതിൻ്റെ പേര് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്നാണ്. നമ്മൾ റെപ്രസെൻറ്റേഷൻ എഴുതിയില്ലേ? ഓക്കെ. ഇതാണ് കേട്ടോ. ഇതാണ് 2017 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ
ഈ ഇ റൈസ് ടുവിൻ്റെ പ്രോപ്പർട്ടി പൊക്കിയെടുത്ത് അവിടെ നിന്നാണ് 2017 ചോദ്യത്തിൽ നിന്ന്. ഓക്കെ, വന്നു ഞാൻ. അപ്പോൾ ദ പ്രോപ്പർട്ടി ഇറ്റ് സെൽഫ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് -1/x ആണെങ്കിൽ എന്ത് വരണം? 1 വരണം എന്നാണ് പഠിച്ചേക്കണത്. പക്ഷേ ഇവിടെ ന്യൂമറേറ്റർ പവർ, ഇയുടെ പവർ എന്താ? സൈൻ എക്സ്. അതായത് ഇ റൈസ് ടു സൈൻ എക്സ് ആണെങ്കിൽ താഴെയും സൈൻ എക്സ് ആണെങ്കിൽ 1 എന്ന് പറയാം. ഇതും എഴുതി വെച്ചു. ഇത്രേ ഉള്ളൂ. ഇ റൈസ് ടു 2x താഴെ 2x, 3x താഴെ 3x. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിലോ, സൈൻ എക്സ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാം? 1 ആണെന്ന് പറയാം, മറ്റേ പ്രോപ്പർട്ടിയുടെ കണക്ഷനായിട്ട്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സൈൻ എക്സ് ഇല്ലല്ലോ, നെഹി ഹേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ എക്സിനെ വരുത്തിക്കണം. അവിടെയാണ് നമ്മുടെ ട്രിക്ക് ഇരിക്കുന്നത്. എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് -1 ഡിവൈഡഡ് ബൈ ആര് വരണം? 1 വരണമെങ്കിൽ സൈൻ എക്സ് വരണം. അപ്പോൾ സൈൻ എക്സ് കൊണ്ട് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, വാല്യൂ പോവാതിരിക്കാൻ വേണ്ടി മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എഴുതാത്തൊരു ടേം ഉണ്ട്, ഈ എക്സിന് ഞാൻ എഴുതിയിട്ടില്ല, അവനെ ഞാൻ സൈൻ എക്സിൻ്റെ താഴെ എടുത്ത് എഴുതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും ആസ് പെർ ദ പ്രോപ്പർട്ടി എന്ത് ആൻസർ വരും? ഒന്നാമത്തത് പ്രോപ്പർട്ടി പ്രകാരം 1, രണ്ടിൻ്റെ ആൻസറോ അതും സൈൻ എക്സ് ബൈ എക്സ് എത്ര കിട്ടും? 1 തന്നെ കിട്ടും. 2 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 1 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് 1 ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം, ഇവിടെ ലിമിറ്റ് എഴുതിയും കൊടുക്കാം, നോ പ്രോബ്ലം. 2 ടേമുകൾക്ക് സെപ്പറേറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇ റൈസ് ടു സൈൻ എക്സ് -1 സൈൻ എക്സും 1 ആയിട്ട് മാറും, പിന്നെ സൈൻ എക്സ് ബൈ എക്സും 1 ആയിട്ട് മാറും. 2 1 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നമുക്ക് ആൻസർ 1 എന്ന് പറഞ്ഞ് കിട്ടും. ലോജിക്ക് ഓക്കെയാണോ? ഇതാണ് അവിടുത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി 2017 ചോദിച്ചപ്പോഴാണ് ചെകഞ്ഞ് പോയിട്ട് നമുക്ക് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യം പിന്നീട് വന്നിട്ടില്ല അധികം. ഈ മോഡൽ പിന്നീട് വന്നിട്ടില്ല, പക്ഷെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി ഇട്ട് തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ റൈസ് ടുവിൻ്റെ പ്രോപ്പർട്ടി വന്നേക്കുന്നത് ക്ലിയർ അല്ലേ? 1 വന്നിരുന്ന കാര്യം. ഇനി അടുത്തൊരു ചോദ്യം, ഇത് വേണ്ട, തൽക്കാലം ഇത് ചെയ്യാം നമുക്ക്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ആകെ 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ മാത്രമേ പഠിച്ചുള്ളൂ അല്ലേ? കൊസീക്ക് ഒന്ന് പഠിക്കാം. സാറേ ഒരാളെ വിളിച്ചേ, കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ആര് പറയും? നോയൽ എന്ന് പറഞ്ഞേ. കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് നോയലെ, കൊസീക്ക് എക്സ് ഡെറിവേറ്റീവ് എന്താ? മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോളാം, നീ മൂളാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല അവിടെ കേട്ടോ. ഇവിടെ നോക്ക് എടാ മക്കളെ, നമുക്ക് ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഈ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് -1 സൈൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതിയാലും ഓക്കെയാണോ? കൊസീക്കിന് പകരം ഓക്കെയാണ്. കോട്ട് എന്ന് പറയുമ്പോൾ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞ് വന്നാലും ഓക്കെ അല്ലേ ഈ കോട്ട് എന്ന് പറയണത് അല്ലേ? അതായത് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഈ ടേം ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്ന ടേമാണ് കിട്ടുക, അതിന് നമ്മൾ എന്താക്കി മാറ്റും? 1 സൈൻ എക്സ് എന്നുള്ളത് കോസീക്ക് എക്സ് ആയിട്ട് മാറും, കോസ് എക്സ് എന്നുള്ളത് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നുള്ളത് കോട്ടെക്സ് ആയിട്ട് മാറും. ഓക്കെ, ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണേ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. സാറേ ഒരാൾ വിളിക്കാമോ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? ഏഞ്ചൽ എന്ന് പറയാമോ? എക്സ് പ്ലസ് എച്ച് എന്നായിരിക്കുന്നു. പറഞ്ഞിരുന്നു എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കാൻ പറയുമ്പോൾ 1 സൈൻ എക്സ് എന്ന് പറയുകയാണോ? എന്ത് പറയണം? കൊസീക്ക് എക്സ് പ്ലസ് 1 അങ്ങനെ എത്തിച്ചു. ഓക്കെ, നോ ഇഷ്യൂസ്. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്താ, കൊസീക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് കൊടുക്കാം, നമുക്ക് അതൊക്കെ കേട്ടോ. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമുക്ക് കിട്ടുന്ന എന്താ? കൊസീക്ക് എക്സ് പ്ലസ് എച്ച് എന്നുള്ളതാണ് മൈനസ് കൊസീക്ക് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞ് കിട്ടും.
ഇത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണ്. എടാ ഈ എച്ച് എന്നുള്ളത് തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്തിടാം. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആവശ്യമില്ല, ലാസ്റ്റ് ആവശ്യമുള്ളൂ, അവിടെ ഇട്ടു. ഓക്കെ, രണ്ടിനും ബാധകമായതുകൊണ്ട്. കൊസീക്ക് നേരത്തെ ഏഞ്ചൽ പറഞ്ഞതുപോലെ 1/sin ആക്കി എഴുതി x+h എന്ന് പറഞ്ഞു. മൈനസ് ഈ കൊസീക്കിനെയോ താഴെ 1/sin x എന്ന് പറഞ്ഞു എഴുതി. ഇത്രയും കാര്യം ഓക്കെയാണ് എല്ലാവർക്കും? അത് നമുക്കറിയാം അല്ലേ, റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് അറിയാം. എടാ ഇനി ചെയ്യേണ്ട കാര്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംഗിൾ ടൈം ആക്കി മാറ്റുക. ഇതൊന്നും പറഞ്ഞ സാറേ ഒരാൾ വിളിച്ചേ. ലിമിറ്റ് h ടെൻസ് ടു 0, 1/h അവിടെ ഫ്രണ്ടിൽ കിടന്നോട്ടെ. ന്യൂമറേറ്റർ ആര് വരും? അഭിജിത്തെ ഒന്ന് പറഞ്ഞേ. അഭിജിത്ത്, ന്യൂമറേറ്റർ എന്ത് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? sin x x+h. ഡിനോമിനേറ്റർ രണ്ടോട്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടുമ്പോൾ? sin x. ഓക്കെ, വെരി ഗുഡ് മക്കളെ. ഒരു ക്ലൂ പറയട്ടെ, ക്ലൂ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയപ്പോൾ ഡിനോമിനേറ്റർ എന്തൊക്കെ വന്നു? ഒരു sin x വന്നു, വേറൊരു sin x വന്നു. വന്നോ? വന്നില്ലേ? ആ രണ്ട് sin x ഇപ്പോൾ വന്ന രണ്ട് sin x. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ ന്യൂമറേറ്റർ ആര് വന്നാൽ മതി? ഒരു മൈനസ് കോസ് എക്സ് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവായി. ആയോ? ഒരു മൈനസ് കോസ് എന്ന ഡെറിവേറ്റീവായി, ശരിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല ഓർമ്മയുണ്ടോ? 4 പഠിച്ചത്. സൈൻ എ പ്ലസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ മൈനസ് കോസ് ബി. അതിൻ്റെ സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല പോലെ നമ്മളിതിനെ കൊടുക്കണം. സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഫോർമുല കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കാം, നമുക്ക് കൊടുക്കാം. സാറെ വിളിക്കാം ഒരാളെ. ആഷ്മി ഒന്ന് പറയും. പറഞ്ഞോ. 2 കോസ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ നീട്ടി എഴുതിക്കോട്ടെ. ലിമിറ്റ് h ടെൻസ് ടു 0, 1/h എവിടെ കിടപ്പുണ്ട്? 2 കോസ്. പറഞ്ഞോ നീ. എക്സ് ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം x+h ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ x+h ഞാൻ ബ്രാക്കറ്റിലേക്ക് ഇട്ടു, കാരണം ഫ്രണ്ടിൽ മൈനസ് ആയതുകൊണ്ട് ഇട്ടു. ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ ആര് കിടപ്പുണ്ട് ഇവിടെ? sin x+h into sin x. താഴെ അയ്യോ, താഴെ നമുക്ക് ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, ഇതിലൊരു എഴുതിയോ? ഇതുവരെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇടയിലൊരു എഴുതിയോ? ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലോജിക്ക് നമ്മൾ എഴുതി കാണിച്ചു തരാൻ പോവുകയാണ്. നോക്കുക, ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. രണ്ടാമത്തെ സൈനിൻ്റെ അവിടെ മൈനസ് ഉറപ്പില്ലേ, ഓപ്പൺ ചെയ്യും. ഇത് ആദ്യത്തേൽ കോസിൻ്റെ അവിടെ എക്സും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x എന്ന് പറഞ്ഞ് കിട്ടും. അത്രേ ചെയ്യുള്ളൂ കേട്ടോ, വേറൊന്നും ചെയ്യുന്നില്ല. അത് ഞാൻ അടുത്ത പേജിലാണ് എഴുതുന്നത്, ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ ഫ്രണ്ടിൽ ആരുണ്ട്? ഫ്രണ്ടിൽ ലിമിറ്റ് h ടെൻസ് ടു 0 ഉണ്ട്, 1/h ഉണ്ട്. ഈ കോസ് എന്ന് പറയണത് 2x+h/2 എന്ന് പറഞ്ഞു വരും. സൈനിൻ്റെ ഉള്ളിൽ വരുന്ന ടേം ശ്രദ്ധിച്ചോളുക. x മൈനസ് h ഓൾ ഡിവൈഡഡ് ബൈ 2 ബൈ ആരുണ്ട് അവിടെ? സൈൻ x+h ഉണ്ട്, സൈൻ എക്സും ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെയാണോ? രണ്ട് കാര്യം ചെയ്തില്ലേ, രണ്ട് പറഞ്ഞ സ്ഥലങ്ങളിലായിട്ട്. ഇനി നോക്ക്, ഒന്നാമത്തെ കോസ് അവിടെ നിൽക്കട്ടെ, ഒന്നുമില്ല, ലാസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. രണ്ടാമത്തെ സൈനാണ് നമുക്ക് ആവശ്യം. +x -x ക്യാൻസലാവും. ബാക്കി ആരുണ്ട്? -h/2. അപ്പോൾ അതിനുവേണ്ടി മാത്രം നമ്മൾ ഫുൾ ടൈം എഴുതണം, നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം എഴുതണു. 1/h = ഇവിടെ കോസ് എക്സ് 2x+h എന്തൊരു 2 കോസ് ഉണ്ട് കേട്ടോ, സോറി 2 കോസ് ഉണ്ട്, ഞാൻ വിട്ടുപോയി. ഓക്കെ, സൈനിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരും? -h/2 വരും. ഓൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്? സൈൻ x+h ഉണ്ട്, കൂടെ ആരുണ്ട്? ഒരു സൈൻ എക്സ് ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇനി 2 സ്റ്റെപ്പിൽ ആൻസറാണ്. കാരണം
നമ്മൾ സൈൻ എക്സും കോസ് എക്സും ചെയ്തപ്പോൾ പഠിച്ച കാര്യമാണ്. സൈൻ എന്ന് പറയുന്ന ടേം വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടിയാ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇവിടെ നമുക്ക് എക്സ് അല്ല, എന്താ പറഞ്ഞേക്കണേ? h/2 ആണ്. അതായത് ലിമിറ്റ് എച്ച് ആണ് ഇവിടെ ഉദ്ദേശം. എച്ച് ടെൻസ് ടു 0 സൈൻ h/2 ആണെങ്കിൽ താഴെയും h/2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1 പറയാം. h/2 ആണെങ്കിൽ താഴെയും h/2 പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയാം നമുക്ക്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. എന്ത് കാര്യമാണ്? സൈൻ്റെ ഉള്ളിൽ വെറും h/2 അല്ല, -h/2 ആണ്. അതായത് ആസ് പെർ ദ ട്രിഗണോമെട്രി -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -sin x എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സൈൻ്റെ ഉള്ളിലെ ടേമിനെ പോസിറ്റീവ് ആക്കണം. ആ മൈനസിനെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ശ്രദ്ധിക്കണേ 2 cos 2x plus h divided by 2 into minus sin h/2. ഇത്രയും കാര്യം ഓക്കെയാണല്ലോ എല്ലാവർക്കും? ഇത്രയും കാര്യം ഓക്കെയാണ്. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ആയിരിക്കുന്നുണ്ട് ഓൾറെഡി സൈൻ എക്സ് പ്ലസ് എച്ചുമുണ്ട്, സൈൻ എക്സുമുണ്ട്. ഞാൻ ഫ്രണ്ടിൽ എച്ചിനെ എഴുതിയില്ല. ഈ എച്ചിനെ നമ്മൾ ഇവിടുത്തെ സൈൻ 1 ആക്കാനായിട്ട് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണ്ടേ, അവിടെ 1 ആക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് സംഭവം? എച്ച് മാത്രമേ ഉള്ളൂ. എന്ത് വരണം? /2 വരണം. നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെ 2 കൊണ്ട് താഴെയും ഡിവൈഡ് ചെയ്യും, ഈ 2 കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് വാല്യൂ പോയിക്കോളും. ഈ 2ഉം സൈനിലും കോസിലും ചെയ്തതുപോലെ ക്യാൻസൽ ആകും. ഇത്രയും ടൈം 1 ആയിട്ട് മാറും. അപ്പോൾ വെറും 1 അല്ല, ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് -1 ആയിട്ട് മാറും. പിടുത്തം കിട്ടിയോ? ഫ്രണ്ടിൽ മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് -1 ആയിട്ട് മാറും. സോ നമ്മളുടെ ഈ ടേം എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ശ്രദ്ധിക്കുക മൈനസ് കോസ് 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുന്ന ടൈമായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ എച്ചിന് 0, എച്ചിനാണ് 0 കേട്ടോ, എക്സ് അല്ല, എച്ചിന് 0 കൊടുക്കുമ്പോൾ ഈ എച്ച് 0 ആയിട്ട് മാറും, ഈ എച്ചും 0 ആയിട്ട് മാറും. അപ്പോൾ ന്യൂമറേറ്റർ എന്തായി? മൈനസ് കോസ് 2x/2 എന്നും പറഞ്ഞു വരും. താഴെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നും പറഞ്ഞു വരും. ഇനി ലിമിറ്റിൻ്റെ വാക്ക് എഴുതരുത്, കാരണം എച്ചിന് 0 കൊടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2ഉം ക്യാൻസൽ ആകുമ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞു തരും. എടാ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈം എത്തിയോ? ഈ ടൈം എത്തി നോക്കി, ഈ ടൈമില്ലേ എത്തിയോ നോക്കി, ഇവിടെ വന്നില്ലേ തൊട്ടുമുള്ള ടൈം കണ്ടില്ലേ? ഇത് എത്തുള്ളൂ എന്ന് പറഞ്ഞില്ലേ? എത്തി. മൈനസ് കോസ് എക്സ് മുകളിൽ, താഴെ സൈൻ എക്സ്. അതാണ് എന്ത്? മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറയുന്ന ടൈം. ഓക്കെ, ഇതാണ് ടൈം. നിങ്ങൾക്ക് സ്കൂളിൽ ക്ലാസ്സൊക്കെ കഴിയാറായോ? ചിലപ്പോൾ സ്കൂളിൽ ഇന്നും കൂടി വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നോക്കിക്കോളണം കേട്ടോ, നോക്കിക്കോളണം. ഇത് വേഗം എഴുതിക്കേ, ഇതിൽ നോക്കിയേ, വേഗം നോക്കി എഴുതിയോ? ഉണ്ട്. ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഇതിലെന്തെങ്കിലും വേറെ നല്ല മോഡലുണ്ടോ നോക്കിയിട്ട് ഇടുക കേട്ടോ. നല്ല മോഡൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, പെട്ടെന്ന് നോക്കട്ടെ. ഇല്ല, ഇനി ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, ഇത് മതി. ഇനി ഡൗട്ടുകൾ ചോദിക്കാം, ഇത് എഴുതി പഠിക്കണം. കൊസീക്കിൻ്റെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ചോദ്യം കൂടിയാണ്, നമ്മളത് എടുത്ത് തന്നേക്കുന്നതാണ് കേട്ടോ, ചോദിക്കാനുണ്ട്. ഓക്കെ, വിളിച്ചോ സാർ. ആൻ മരിയ, എന്താ പറ്റി ബഹരാനെ? എവിടെയാണ്? ഈ 1/h ഉദ്ദേശിച്ചത്? അതിനെ കാണില്ലെന്നാണ് പരാതി. ഓക്കെ, ഈ എച്ചിനെയാണ് ഇവിടെ കൊണ്ട് എഴുതിയിരിക്കുന്നത്.
ഓക്കെ, അത് നമ്മൾ സൈനിലും കോസിലും ചെയ്തൊരു കാര്യമാണ്. അതിൽ ടാനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ടാനിൽ ലാസ്റ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാൻ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഇതാണോ? ഇതാണോ? ഡൗട്ട് ഒന്ന് ചോദിക്കാമോ എന്താന്നുള്ളത്? മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട, നമ്മൾ നാളെ പീസ് വൈസ് ഫംഗ്ഷൻ 4ാമത്തെ മോഡൽ ലിമിറ്റിന്റെ പഠിക്കും. അത് പഠിച്ചെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ. ധൈര്യമായില്ലേ? നാളെ പഠിക്കുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഡൗട്ടുള്ളവര്? മിലൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാല് നീ ആളെ വെയിറ്റ് ചെയ്യും, രണ്ടുപേരുടെ ഉണ്ട്. അടുത്ത ആള് അച്യുതൻ, ചോദിച്ചോ. പിന്നെ കണ്ടിന്യൂസ് പിന്നെ ഐഡന്റിറ്റി 3 ഇതിന്റെ എക്സാമ്പിൾസ് ഒന്നും പഠിച്ചോ? നീ ഇന്നലെ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നോ? അപ്പോ ഏതിലേ കയറിയേ? ബേസിക്കിലാണോ? തുടക്കം? ഏതില്? വൈകിയാണോ കയറിയത്? തുടക്കത്തിൽ തന്നെ ഞാനൊരു ടേബിൾ വരച്ചിങ്ങനെ കാണിച്ചു തന്നിരുന്നല്ലോ. ഇങ്ങനെ ടേബിൾ വരച്ചിട്ട്, അതായത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് 1ാമത്തെ പ്രോബ്ലം ചെയ്തില്ലേ? 1ാമത്തെ പ്രോബ്ലം അല്ലല്ല, എക്സാം ചെയ്തതല്ല. അൺഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂകൾ, ഡാറ്റ എന്താണോ അതിങ്ങനെ കോമ കോമിട്ട് എഴുതും. 5, 7, 8, 15 എന്നൊക്കെ പിന്നെ കോമ കോമിട്ട് എഴുതും. ഓക്കെ, അതാണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ 1ാമത്തെ പ്രോബ്ലം. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടും ആ എക്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഫ്രീക്വൻസിയും നമുക്ക് തരും. 7 2 times ആണെന്ന് അങ്ങനെ ടേബിൾ തരും. എക്സാമിൻ്റെ 1ാമത്തെ പ്രോബ്ലം അല്ലേ, അതാണ് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ 2ാമത്തെയും 3ാമത്തെയും പ്രോബ്ലം. 0 to 10 എന്നിങ്ങനെ ക്ലാസ് വരും. 10 to 20 ഇങ്ങനെ ക്ലാസ് വരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? മക്കളെ എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചോടാ. ലിമിറ്റിലോ സ്റ്റാറ്റിലോ ഡൗട്ടിനെ ചോദിച്ചോ. ആരാണ്? റയാൻ ഡൗട്ട് എന്താ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? കൊസീക്കാണോടാ? ഇതല്ലേ 2 എവിടെ 2 ചേർത്തത്? ടു ചേർത്തതല്ലേ? ഓക്കെ ഓക്കെ. എടാ നമുക്ക് ഈ പ്രോപ്പർട്ടി പ്രകാരം ഈ പ്രോപ്പർട്ടി ശ്രദ്ധിച്ചേ, ഞാൻ പെട്ടി വരച്ചിട്ടില്ലേ? h/2 ആണെങ്കിൽ നമുക്ക് താഴെ എന്ത് വരണം? എന്നാലേ 1 വരാൻ പറ്റുള്ളൂ. എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്? എച്ച് മാത്രം. അപ്പം നമ്മൾ കോസിൻ്റെയും സൈനിൻ്റെയും ഇന്നലെ പഠിപ്പിച്ചപ്പോൾ സാറ് പഠിപ്പിച്ച കാര്യമാണ്. നമുക്കൊരു പ്രൊവിഷൻ ഉണ്ട്, നമുക്കൊരു പെർമിഷൻ എന്ന് പറയുക. ആ ടൈമിനെ നമുക്ക് വരുത്തിക്കാം. 2 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്തു, വാല്യൂ പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ക്യാൻസൽ ചെയ്ത് പോകണ്ടല്ലേ? അപ്പോൾ ടൈം മാറൂല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇത്രയും ടൈമിനെ നമ്മൾ എന്നിട്ട് മാറ്റും, 1 ആയിട്ട് നമ്മൾ മാറ്റും. എന്നിട്ട് ഈ 2 എന്താവും? ക്യാൻസൽ ആയി പോകും. പ്രോപ്പർട്ടി ഓർഡർ ആക്കാൻ വേണ്ടിയാണ്. സൈനിൻ്റെ ഉള്ളിൽ h/2 ആയതുകൊണ്ട് താഴെയും h/2 വരണം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ഓർഡർ ആക്കാൻ വേണ്ടിയാണ്. സൈനിൻ്റെയും കോസിൻ്റെയും ചെയ്യുമ്പോൾ സെയിം പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ കേട്ടോ. ഓക്കെ, യെസ്. തീർത്താ? ഇന്നില്ലേ സ്കൂളിൽ പോക്കൊന്നുമില്ലേ? ക്ലാസ്സില്ല? നെഹിയെ ഓക്കെ, തീർത്ത പോയി. ശ്രേയ സന്തോഷ്. ശ്രേയ പേജൊക്കെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ശ്രേയ? മാളയിലെ ശ്രേയ ലക്ഷ്മി എന്നാണോ പേര്? ഇന്നില്ലേ മോനെ ക്ലാസ്സില്ലേ?
ഉണ്ട്. ഉണ്ടോ? ഓക്കെ, എവിടെ പഠിക്കണേ?